വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ എക്സൈസ് അനുമതി തേടി. സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് കുടുംബം അറിയിച്ചു. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോ എന്ന നടനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായതും പരാതി നൽകിയതും. ആ പേര് പുറത്തേക്ക് വരുന്നു, അത് വലിയ ചർച്ചയാവുന്നു. പിന്നീട് ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നു, പൊള്ളാച്ചിയിൽ ഉണ്ടെന്ന് വിവരം ലഭിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ കോളിളക്കത്തിൽ നിൽക്കുന്ന സമയത്ത് കുടുംബം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണോ പറയുന്നത്? അതെ മോത്തി, കഴിഞ്ഞ മണിക്കൂർ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിൻസി ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരു പരാതി ഇത്തരത്തിൽ ഈ ഫിലിം ചേംബറും സംഘടനകളും ഒക്കെ അവരോട് പരാതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരാതി നൽകി. അതിൽ പോലും അവർക്ക് നിരാശയുണ്ടാകുന്ന സമീപനമാണ്. കാരണം ഈ പരാതിയുടെ ഉള്ളടക്കവും ഈ ആരോപിക്കപ്പെട്ട ആളുടെ പേരും ഉൾപ്പെടെ പുറത്തു വന്നതിൽ അവർക്ക് വലിയൊരു ദുഃഖമുണ്ടായിരുന്നു, വലിയൊരു നിരാശ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തോടെ തന്നെയാണ് അവർ ഇന്നലെ അവസാനിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ ഞാൻ പ്രതികരണം അവസാനിക്കുന്നു, പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞു തീർത്തു എന്നായിരുന്നു വിൻസി പറഞ്ഞത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് അതേ നിലപാട് തന്നെ കുടുംബം സ്വീകരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ളൊരു എക്സൈസ് സംഘമാണ് ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മൊഴി എടുക്കാൻ വേണ്ടി അനുമതി തേടിയത്. അപ്പോൾ അന്വേഷണവുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്നാണ് വിൻസിയുടെ അച്ഛൻ ഈ എക്സൈസ് സംഘത്തോട് വെളിപ്പെടുത്തിയതെന്നാണ് അവർ നൽകുന്ന വിവരം. അതേ നിലപാടിൽ തന്നെ വിൻസി അലോഷ്യസ് തുടരുകയാണ് എന്നുള്ളതാണ്. നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, പറയാനുള്ളതെല്ലാം തൻ്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പറയേണ്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് പോലും ഉത്തമമായ ഒരു നിലപാടല്ല അവർ സ്വീകരിച്ചത്. അതിലൊരു അതൃപ്തിയുമുണ്ട്. അത് പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് അതേ നിലപാടിൽ വിൻസി അലോഷ്യസ് ഈ ഘട്ടത്തിൽ. ഇത് കേസ് ഇത്രയും വളരെ കോളിളക്കമായ സ്ഥിതിക്ക് ഇനി നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ കേസിന്റെ അവസ്ഥ എവിടെയാണ് ചെന്ന് നിൽക്കുക? അതേ ചോദ്യം നമ്മൾ ഇന്നലെ വിൻസിയോട് ഈ ഘട്ടത്തിൽ ഇനി ഇവിടെ പ്രതികരണം അവസാനിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ചോദിച്ചിരുന്നു. അപ്പോൾ വിൻസി പറഞ്ഞത് അവരവരാൽ തന്നെ പ്രതികരിക്കട്ടെ, എൻ്റെ പ്രതികരണം ഇവിടെ അവസാനിച്ചു. ഞാൻ എനിക്ക് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇനിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പറയാൻ കാരണം എനിക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഞാൻ അറിയിക്കേണ്ടയിടത്ത് നിലപാട് അറിയിച്ചപ്പോൾ അല്ലെങ്കിൽ പരാതി അറിയിച്ചപ്പോൾ അവരിൽ നിന്ന് പോലും എനിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സമീപനമാണ്, അത്തരത്തിലൊരു വിശ്വാസവഞ്ചന എന്നോണം ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. അപ്പോൾ ഇനിയും ഞാൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല, പോലീസിലോ എവിടെയും പരാതിയുമായി പോകുന്നില്ല എന്നൊരു നിലപാടാണ് വിൻസി അറിയിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് കുടുംബവും ഇപ്പോൾ മൊഴി തേടാൻ അനുമതി തേടിയെത്തിയ ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചിരിക്കുന്നത്. മോത്തി, വിൻസി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിലും സ്വന്തം നിലയ്ക്ക് പോലീസിനും എക്സൈസിനും ഒക്കെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ലേ? അത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു വിൻസി നേരത്തെ തന്നെ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകാത്ത ഘട്ടത്തിൽ പോലുമാണ് എക്സൈസ് എന്തായാലും മൊഴി തേടാനുള്ള ഒരു അനുമതി തേടിയത്. അപ്പോൾ ആ സ്വമേധയാ തന്നെ പോലീസ് അവരാൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിലേക്ക് ഈ പോലീസും എക്സൈസും കടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ എക്സൈസ് അനുമതി തേടിയത്. ഇനി മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണ്. അപ്പോൾ മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്നത് സ്വീകരിച്ചു വരികയാണ് ഇത്തരത്തിൽ പോലീസും എക്സൈസും എല്ലാം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിൻസി എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. മോത്തി, ശരിയാണ്.